ഫെബ്രുവരി ലാസ്റ്റ് വീക്കിലെ OTT അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജിതിൻ സുരേഷ് സംവിധാനം ചെയ്ത് ഇന്ദ്രജിത്ത് പ്രധാന കഥാപാത്രമായി എത്തിയ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ധീരം. ഡിസംബർ മാസം തിയേറ്ററിലെത്തിയ ചിത്രത്തിന് പക്ഷേ മികച്ച വിജയം കൈവരിക്കാൻ സാധിച്ചില്ല. സിനിമ ഇപ്പോൾ OTT റിലീസിന് ഒരുങ്ങുകയാണ്. മാർച്ച് മാസം ആദ്യം തന്നെ ഇതിന്റെ OTT പ്രതീക്ഷിക്കുന്നു. പ്രൈം വീഡിയോ വഴിയായിരിക്കും ചിത്രം റിലീസ് ആവുന്നത്. വരലക്ഷ്മി, ശരത് കുമാർ, അജു വർഗീസ്, വിജയരാഘവൻ, ദിവ്യ പിള്ളെ, നിഷാദ് സാഗർ, രഞ്ജി പണിക്കർ, സാഗർ സൂര്യ എന്നിവരും പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രമാണിത്. C5 വഴി ഫെബ്രുവരി 27 മുതൽ സ്ട്രീം ചെയ്യുന്ന തമിഴ് വെബ് സീരീസാണ് തടം. 1999 തമിഴ്നാട് ആന്ധ്രാപ്രദേശ് ബോർഡറിൽ കേന്ദ്രീകരിച്ച് നടക്കുന്ന കൊലപാതകങ്ങളുടെ ഒരു പരമ്പരയാണിത്. നവീൻ കുമാർ പളനിവേൽ സംവിധാനം ചെയ്യുന്ന ഈ വെബ് സീരീസിൽ സമുദ്രക്കനി പ്രധാന റോളിൽ എത്തുന്നു. ശിവതയാണ് നായികയായി എത്തുന്നത്. സൺ നെക്സ്റ്റ് വഴി റിലീസാവുന്ന തെലുങ്ക് ചിത്രമാണ് ഹണി. 27 മുതലായിരിക്കും ചിത്രം റിലീസാവുന്നത്. തമിഴ് ഭാഷയിലും ചിത്രം ലഭ്യമാണ്. സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ വിഭാഗത്തിലാണ് ചിത്രം പെടുന്നത്. നവീൻ ചന്ദ്രയായിരിക്കും ചിത്രത്തിൽ നായകനായി എത്തുന്നത്. ദിവ്യ പിള്ളെ, ജനനി എന്നിവരും ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. മലയാളത്തിൽ നിന്നും ജിയോ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് ആരംഭിക്കുന്ന വെബ് സീരീസാണ് സീക്രട്ട് സ്റ്റോറി റോസ്ലിൻ. മിസ്റ്ററി ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ഈ സീരീസിൽ വിനീത്, മീന, ഹക്കീം ഷാ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. സുമേഷ് നന്ദകുമാർ സംവിധാനം ചെയ്യുമ്പോൾ ഷോ ഹാങ്ങർ ചെയ്യുന്നത് ജീതു ജോസഫാണ്. ശ്രീ ചിദംബരം എന്ന ഒരു തെലുങ്ക് ചിത്രവും ഈ മാസം 26 OTT റിലീസാവുന്നുണ്ട്. ETV വിൻ വഴിയായിരിക്കും ചിത്രം റിലീസാവുന്നത്. ഇരട്ട പേര് കാരണം ബുദ്ധിമുട്ടുന്ന ചെറുപ്പക്കാരന്റെ കഥ പറയുന്ന ചിത്രത്തിൽ വംശി, സന്ധ്യ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. C5 വഴി ഫെബ്രുവരി 27 മുതൽ സ്ട്രീം ചെയ്യുന്ന ചിത്രമാണ് ഡോക്ടർ പ്രസാദ് റാവു കാനബന്തലു ലേൽദു. കാണാതായ മകളെ കണ്ടെത്താനുള്ള ഒരു പിതാവിന്റെ ശ്രമങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ സസ്പെൻസ് ത്രില്ലർ ചിത്രം. രാജീവ് കനകല, ഉദയഭാനു, വസന്തിക എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നു. ഏറ്റവും പുതിയ OTT റിലീസുകൾ ആദ്യം അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.